ഹലോ, നമസ്കാരം. എല്ലാവരും കാപ്പി കുടിച്ചോ? എനിക്കിതെന്താ രാവിലെ നേരം വെളുത്തപ്പോൾ ഭയങ്കര തലവേദനയായിരുന്നു. സാധാരണ ഒരു 9 മണിക്ക് ഉള്ളിൽ രാവിലെ കാപ്പി കുടിക്കുന്ന, പക്ഷെ ഇന്നെനിക്ക് തലവേദന കാരണം കിടപ്പായിരുന്നു. കുറേ നേരം കിടന്നു. പിന്നെ ഇപ്പോഴത്തെ കാപ്പി കുടിക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ കാപ്പി ഇന്ന് പുട്ട് എന്ന് പറഞ്ഞാൽ ചെമ്പപ്പുട്ട്. പിന്നെ ഏത്തപ്പഴം ഞാൻ ചെറുതായിട്ട് കഷ്ണിച്ചിട്ടത് പുഴുങ്ങി. എനിക്ക് ഈ പുട്ടിൻ്റെ കൂടെ എനിക്ക് മറ്റേ പഴം ഇഷ്ടമില്ല, സാധാ ചെറുപഴമൊന്നും ഇഷ്ടമില്ല. എനിക്ക് ഏത്തപ്പഴം പുഴുങ്ങിയത്, ചിലപ്പോൾ ഒരു മുട്ടയില്ലായിരുന്നതുകൊണ്ട് ഇല്ല, തീർന്നു പോയി മുട്ട. ഇനിയിപ്പോൾ മേടിക്കണം. അപ്പോൾ ഏത്തപ്പഴം ഞാൻ പുഴുങ്ങി, ഇച്ചിരി പഴുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയ കഷ്ണമാക്കിയത്. അല്ലെങ്കിൽ നീളത്തിൽ ഞാൻ പുഴുങ്ങുണ്ടായിരുന്നുള്ളൂ. പരിശാലം മേടിച്ചോണ്ട് വന്നപ്പോൾ രാവിലെ മേടിച്ചോണ്ട് വന്നത്. അപ്പോൾ അത് ഇച്ചിരി പഴുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു പഴുപ്പുറവ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാനത് ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ചെടുത്തു. അത് ആവി കയറ്റിയെടുത്തു, പുഴുങ്ങിയെടുത്തു. അപ്പം ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചെമ്പപ്പുട്ട്, പഴം പുഴുങ്ങിയതും ഏത്തപ്പഴം പുഴുങ്ങിയതും. അപ്പം ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുകയാണ്. ഈ ഫോണൊക്കെ ഇങ്ങനെ ഒരു കൈ പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കാണാമോ പുട്ട്? അപ്പം നമ്മുടെ പഴം പുഴുങ്ങിയതും, പക്ഷെ എനിക്ക് ഇച്ചിരിയുടെ പഴുത്ത പഴം ഇഷ്ടം. ഇത് ഇച്ചിരിയുടെ പഴുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പഴം പുഴുങ്ങിയത് ഉണ്ടല്ലോ, കല്ല് പോലെയൊക്കെ, കുഴപ്പമില്ല. ചെമ്പപ്പുട്ടും കൂടി കഴിക്കാൻ പോവാണ്. പക്ഷെ എനിക്ക് ഇതല്ല, വെള്ളപ്പുട്ട് എനിക്കിഷ്ടമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന് ഈ ചെമ്പപ്പുട്ട് കൂടി ഇഷ്ടം. എനിക്ക് സാധാ വെള്ളപ്പുട്ട് കൂടി. പിന്നെ ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ ഈ ചെമ്പപ്പുട്ടിൻ്റെ കൂടെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, പഴമൊന്നുമില്ലെങ്കിലും ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. എന്നാലും എനിക്ക് ചിലപ്പോൾ ചെറുതായിട്ട് തൊണ്ടയ്ക്കൊരു ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കൂട്ടി കഴിച്ചില്ല, ചിലപ്പോൾ അങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങനെ ശ്വാസതടസ്സം പോലെ ഉണ്ടാകും. അത് പേടിയാണ് എനിക്ക്. 2 പ്രാവശ്യം അങ്ങനെ ഉണ്ടായി, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതായിട്ട്. പിന്നെ എങ്ങനെയൊക്കെയോ ഇറക്കി വിട്ടു. പിന്നെ വീഡിയോസൊക്കെ കാണുന്നുണ്ടോ? വീഡിയോസൊക്കെ കാണുന്നത് മാത്രം പോരാ, ഒന്ന് കമൻസൊക്കെ ഇടണേ. ഇപ്പം എന്നാണ് കമൻസൊന്നും അധികം കാണാറില്ല, കമൻസും ഇല്ല, കുറവാണ്. നേരത്തെയൊക്കെ പറഞ്ഞാൽ എൻ്റെ പഴയ വീഡിയോയൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് എന്ത് കമൻസാണോ, നല്ല ലൈക്ക്. മടിയ ആൾക്കാർക്കല്ലേ, ഇട്ടേക്കണം കേട്ടോ കമൻസ്, ലൈക്കൊക്കെ ഒന്ന് ചെയ്തേക്കണം. ഓക്കെ. വയ്യ, എനിക്ക് ഭയങ്കര തലവേദനയാണ്. പിള്ളേരൊക്കെ 2 പേരും, മോന് ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു, അവൻ പോയി. ഇന്നലെ വൈകുന്നേരം തന്നെ പോയി ഹോസ്റ്റലിലോട്ട്. മോള് ഹൈദരാബാദിലോട്ടും പോയി. ഞാൻ പോയുമില്ല. ഞാൻ ഇതുവരെ തീരുമാനിച്ചില്ല പോകണോ വേണ്ടതെന്ന്. ഹസ്ബൻഡിന് ഷുഗറിന് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടേ ഫുഡ് കറക്റ്റ് സമയത്ത് ഒക്കെ കഴിക്കണം. അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മോനിവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവരച്ഛനും മോനും കൂടെ ആയിരുന്നു, തന്നെ അവനെല്ലാ കാര്യം നോക്കിക്കോളുമായിരുന്നു. പിന്നെ ഇപ്പം അവനും ഹോസ്റ്റലിലോട്ട് മാറി. ഹസ്ബൻഡ് തന്നെ ആയതുകൊണ്ട് ഷുഗറിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് സമയത്ത് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ടും കഴിക്കത്തില്ല, നമ്മൾ നോക്കുന്ന പോലെ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഹൈദരാബാദിലോട്ടുള്ള പോക്ക് തീരുമാനിച്ചില്ല. എന്നാൽ കഴിച്ചോട് വരാൻ പറഞ്ഞാൽ പുള്ളി ഇവിടം വിട്ട് വരത്തുമില്ല. അപ്പം ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, വരാത്തതെന്നു ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഈ മാസം 15, അത് ശരിക്കും പറഞ്ഞാൽ ജൂലൈയിലൊക്കെയാണ് ശരിക്കും ക്ലാസ് സ്റ്റാർട്ടാവുന്നത്. എല്ലാം അറേഞ്ചൊക്കെ ആയിട്ട് വരാനായിട്ട്. അപ്പം
അതിനുള്ളിൽ പോകണോ വേണ്ടതെന്ന് തീരുമാനം എടുത്തിട്ട് വേണം. ഞാൻ പൊടിയോടും കൂടി വരാൻ പറയുന്നുണ്ട്. ഇവിടുത്തെ കാറ്ററിങ്ങിൻ്റെ പരിപാടിയും ഇടയ്ക്ക് ഓട്ടോയുണ്ട്, ഓട്ടോയൊക്കെ ഓടിക്കുന്നുണ്ട്. അതൊന്നും ഒട്ടിച്ച് പോരത്തില്ല. പിന്നെ അത് തന്നെയല്ല, എനിക്ക് ടിങ്കും ഉണ്ട്. ടിങ്കു എന്ന് പറഞ്ഞൊരു പട്ടിക്കുഞ്ഞ്, അതിൻ്റെ കാര്യം അവതാളത്തിലാവും. അപ്പം എന്ത് പറയണം, മേ ബി ഹൈദരാബാദിലോട്ട് പോകും, ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ തന്നെ കാണും. എവിടെ പോയാലും എന്ത് തിരക്കാണേലും വീടേക്ക് കുറവൊന്നുമില്ല. പക്ഷെ നമ്മൾ ജോലിയോ വീട്ടിലെ പണിയോ ജോലിയോ നമ്മൾ ജോലിക്ക് പോകണമെങ്കിൽ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അവിടെ പോകുമ്പോഴത്തേക്ക് എങ്ങനെ ഈ തെരുതെരെ വീഡിയോസ് ഇടുന്നതെന്ന്. നമ്മൾ ക്ലാസ്സും കളഞ്ഞ് അല്ലെങ്കിൽ ഡ്യൂട്ടിയും കളഞ്ഞല്ല ഇടുന്നത്. ഇപ്പോൾ വീട്ടിലാണേലും അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഒരു 1-2 ഒരു 3-4 എടുത്ത് വയ്ക്കും. എന്നിട്ട് അതങ്ങോട്ട് സമയം കിട്ടുന്നതനുസരിച്ച് ഇടുന്നതാണ്. അല്ലെങ്കിൽ ജോലിക്ക് പോകും, ജോലിയിലായിരുന്നപ്പോൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോഴത്തേക്കും എടുക്കും. പിന്നെ രാവിലെ പോകാൻ നേരത്ത് ഒരുങ്ങുമല്ലോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സ്കൂളിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് താഴത്തോട്ട് ഇറങ്ങി ചെന്നാൽ മതി, ക്ലാസ്സിലോട്ട് ചെന്നാൽ മതിയല്ലോ. അപ്പോൾ റൂമിലിരിക്കുമ്പോഴത്തേക്ക് ഒരുങ്ങിച്ചിരിക്കുമ്പോഴത്തേക്ക് അന്നേരം എടുക്കും, ഉച്ചയ്ക്ക് എടുക്കും. അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് എടുക്കും. അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ വൈകുന്നേരം വന്ന് അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ നമുക്ക് പിറ്റേ ദിവസമുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിലൊക്കെ ഇരുന്ന് എടുക്കുന്നത്. അതെടുക്കുമ്പോൾ ഒരു പടപടാന്ന് കുറേ അങ്ങ് എടുത്ത് വയ്ക്കും. അതിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് 24 മണിക്കൂറും ഫോണിൻ്റെ മുമ്പ് ഇരുന്നുകൊണ്ട് അല്ല. ഓക്കെ, അപ്പം ഞാനിത് കഴിച്ച് വെക്കട്ടെ കേട്ടോ. വിശക്കുന്നു. ഇന്നലെ ബിരിയാണി ഉണ്ടാക്കി, കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് പായസം ഉണ്ടാക്കി, പിന്നെ ബിരിയാണി മേടിച്ചു. അവന് മന്തി ഇഷ്ടമെന്ന് പറയും, അപ്പോൾ അത് മേടിച്ചു കഴിച്ചു. രാത്രി ചോറിനാണ് കിടന്നത്. വൈകുന്നേരം ഉച്ചയായപ്പോൾ പായസം കുടിച്ചിട്ട് വിശക്കുന്നില്ലായിരുന്നു. നേരം വെളുത്തപ്പോഴത്തേക്കും ഇത് ശരിക്കും പറഞ്ഞ് വിശക്കുന്നുണ്ടായിരുന്നു, തലവേദന കാരണം കിടക്കുമായിരുന്നു. അപ്പം ഹസ്ബൻഡ് പുട്ടുണ്ടാക്കിയായിരുന്നു. വയ്യാവിടെ കിടന്നപ്പോഴത്തേക്ക് മുമ്പേ വരുമ്പോഴും ഞാൻ കിടക്കും. അപ്പനോട് ചോദിച്ചു, എണീക്കുന്നില്ല, എണീറ്റ് വല്ലതും കഴിക്കാൻ പറഞ്ഞു. പുട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം കഴിക്കുക. മുമ്പേ വന്ന് പോയപ്പോഴും ഞാൻ കിടക്കുക. എന്നോട് പറഞ്ഞു എണീറ്റ് വല്ലതും കഴിക്കാൻ പറഞ്ഞു. കഴിക്കുക. ഇനി വരുമ്പോൾ ചീത്ത പറയും. കാരണം എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം വന്നപ്പോഴും പുട്ടുണ്ടാക്കിയത് അവിടെ ഇരിക്കുക, കഴിച്ചില്ല, കിടക്കുമായിരുന്നു തലവേദന. ഇനി ചിലപ്പോൾ പുട്ടും കാണിയാലോ, ഇനി കഴിച്ചില്ലെങ്കിൽ അതുകൊണ്ട് വഴക്ക് പറയും. അതുകൊണ്ട് കഴിക്കാതല്ല, എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട്. രാത്രി ചോറുണ്ടില്ലായിരുന്നു, രാത്രി വിശക്കാഞ്ഞുകൊണ്ടാണ് കഴിക്കാഞ്ഞത്. ഓക്കെ, അപ്പം ആളിങ്ങനെ വരുന്നതിന് മുമ്പേ പെട്ടെന്ന് കഴിച്ച് തീർക്കട്ടെ കേട്ടോ. ബൈ. ലൈക്ക് കമൻറ്റൊക്കെ കിട്ടണം കേട്ടോ. വീഡിയോസൊക്കെ എല്ലാവരും കൊള്ളാം നല്ലതാണ്, അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കമൻസ് ഇങ്ങോട്ട് വരുന്നില്ല, ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ.